ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു വൈകുന്നേരം ചായക്കുള്ള പലഹാരമായിട്ടാട്ടോ വന്നത്. നെയ്യട. നല്ല ടേസ്റ്റാണ് നെയ്യട. ലെയറായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പം നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പലഹാരം ഉണ്ടാക്കി നോക്കണം. കുറേ പേർക്ക് ഈ പലഹാരം അറിയാൻ മതിയാവും, പക്ഷെ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കോഴിമുട്ടയും മൈദയും ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ കോഴിമുട്ടേൻ്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പച്ച ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ് എടുത്തത്. 250 ml കപ്പിന് 1 കപ്പ് പാൽ. 1 കപ്പ് പാലാണെങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ അളവ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഏത് ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിലും അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പാല്, അര ഗ്ലാസ് മൈദപ്പൊടി ഞാൻ അളന്ന് വെച്ചതാണ്. അതും കൂടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിവിടെ ഇട്ടിട്ട് ഒന്നത് അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചത്, ഏലക്കായ ഒരു 4-5 ഏലക്കായ പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടിച്ചെടുക്കുകയാണേ. അതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് തിക്കല്ല. നമുക്കൊരു ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് മൈദ എന്ന് പറഞ്ഞാൽ ഇതേ തിക്നെസ്സിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ ദോശേൻ്റെയൊക്കെ ഒരു മാവിൻ്റെ ആ ഒരു ഇത്ര തന്നെ ഉണ്ടാവും, കട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 കോഴിമുട്ടയ്ക്ക് നമ്മൾ 250 ml കപ്പിന് പാലിന് 1 കപ്പ് പാലിന് 4 കോഴിമുട്ട എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത് കോഴിമുട്ട. അപ്പം ഞാൻ 4 കോഴിമുട്ട ഇവിടെ ഉടച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ഇടണം. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് മധുരം ഇടാം. അതിന് മുന്നായിട്ട് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടിയാണ്, നമ്മൾ കോഴിമുട്ടേൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിൽ അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കാപ്പൊടി, നിങ്ങൾക്ക് ഇനി ഏലക്കാപ്പൊടി വേണ്ടാത്തവർ കുറച്ച് വാനില എസൻസ് ഒഴിച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം മധുരം, അപ്പോൾ നേരത്തെ 3 ടേബിൾ സ്പൂണും ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ, 5 ടേബിൾ സ്പൂണോളം ആദ്യം ഇട്ടത് കേട്ടോ. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി 2 ടേബിൾ സ്പൂണോളം കൂടുതലിടാം. പിന്നെ ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. അതിന് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു. അപ്പോൾ 2 ബാറ്റർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസും വേണ്ട. നമ്മൾ കോഴിമുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെക്കേണ്ട, നമ്മൾ ഇതുപോലെ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ അളവൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയ കോഴിമുട്ട മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് രണ്ടും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ്, ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റോ കേക്ക് ടിന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലാണ് ഒഴിച്ചിട്ട് ആവിക്ക് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്, വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു സാധാരണ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇട്ടിട്ട് ഈ പ്ലേറ്റ് താഴ്ത്തി വെച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലെയർ മാവ് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് കഴിയും. ഇത് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ മാവ് ഇങ്ങനെ പരത്താനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ആവിക്ക് വെച്ചും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലാം ഒന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൗണ്ടാവും. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം നമുക്ക് അറിയാം, കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് ചെറിയ മാവാണല്ലോ, ചെറിയ ലെയറുള്ള മാവ്, അതുകൊണ്ട് പെട്ടെന്ന് ആവിക്ക് വെച്ചിട്ട് അതൊന്ന് ഉറയ്ക്കും. ഒന്ന് പറ്റാത്ത ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് നെയ്യാണ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ച് ഒഴിച്ചാലും മതി. ഇനി ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ ആ കോഴിമുട്ടേൻ്റെ ബാറ്ററില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ കോഴിമുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെയും ഇതുപോലെ നമ്മൾ നെയ്യ്
ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നെയ്യട എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും നെയ്യിൻ്റെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ വെച്ച് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ആക്കിയാലും മതി. അപ്പോൾ കോഴിമുട്ടയും കൂടി ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്ക് ഈ കോഴിമുട്ടേൻ്റെ ആ ലെയറും കൂടി റെഡിയാവും. പിന്നെ അതിന് മേലെ നമ്മൾ നെയ്യ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്, നമ്മളൊരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ആവിക്ക് വെച്ചതിന് ശേഷം നെയ്യ് ഒഴിക്കുക. പിന്നെ അടുത്ത ലെയർ നമ്മൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാലും ആവിക്കുക. ഓരോ ലെയറിൻ്റെ ഉള്ളിലും നമ്മൾ നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതാണ് നെയ്യട നമ്മൾ കിട്ടുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി വരുമ്പോൾ ലെയറായിട്ട് വരും ചെയ്യും. അതിങ്ങനെ ലെയറായിട്ട് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ വേണമെങ്കിൽ അത്രയ്ക്കും അതിൽ ഉള്ളിൽ നെയ്യൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വരും. അതാണ് നെയ്യട എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഒരു വൈറ്റ് ഒരു യെല്ലോ, ഒരു വൈറ്റ് ഒരു യെല്ലോ, അതിങ്ങനെ നന്നായിട്ടിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കുക. കാരണം ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവിക്ക് വെള്ളം വെക്കുക, പ്ലേറ്റ് വെക്കുക, പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. ഒരു കുറച്ച് സെക്കൻഡ് മതി ഇതൊന്നും ഉണങ്ങി വരാൻ. ഉണങ്ങല്ലാണ്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആവാതെ നമ്മൾ അടുത്ത മാവ് ഇതിലേക്ക് ഒഴിക്കരുത്. അതുപോലെ നെയ്യും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നെയ്യുടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുമല്ല നമ്മൾ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവുക. അപ്പോൾ എല്ലാ പലഹാരത്തിനേക്കാളും ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണിത്. ഒരു മുട്ടേൻ്റെ പച്ചച്ചോയ ഒന്നും ഉണ്ടാവില്ല, പച്ച ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല ഇത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഏലക്ക ഇടുന്നതുകൊണ്ട് ആ ഏലക്കായുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നമ്മളിത് ആവിയിൽ തന്നെ വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഏലക്കായൻ്റെ ആ സ്മെല്ല് ഇങ്ങനെ വരും, നല്ല സ്മെല്ല് തുടങ്ങും. ചില സമയത്ത് അതുപോലെ നമ്മൾ ഈ കോഴിമുട്ട ഒഴിച്ച് കൊടുത്താൽ, ലെയർ ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ ആവി ഇങ്ങനെ വന്ന് കിടന്നിട്ട് കോഴിമുട്ടയിൽ ഇങ്ങനെ 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 പ്ലേറ്റിൽ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ വേഗം ആവിൻ്റെ പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് അത് താന്നിട്ട് അതുപോലെ ആവും കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അതുപോലെ എല്ലാ ബാറ്ററും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് നിറയെ ഇതുപോലെ എല്ലാം ബാറ്റർ ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ആ പ്ലേറ്റ് കംപ്ലീറ്റ്, അതായത് പ്ലേറ്റിൻ്റെ അത്ര വണ്ണത്തിൽ എനിക്ക് നെയ്യട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. കുറച്ച് വണ്ണത്തിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ കോഴിമുട്ടേൻ്റെ ബാറ്ററെല്ലാം ഒഴിക്കണ്ടേ. ലാസ്റ്റ് നമ്മൾ സാധാ ബാറ്ററില്ലേ, ആ വൈറ്റ് മൈദേൻ്റെ, അതാണ് നമ്മൾ മുകളിലെ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളെ കണ്ണിലൊക്കെ പൊടിയിടാനൊക്കെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് നട്ട്സോ ഇനിയിപ്പം എന്ത് വേണമെങ്കിലും ഇടാം, മുന്തിരിയോ അല്ലെങ്കിൽ പിസ്തയോ ബദോ എന്ത് വേണമെങ്കിലും, കയ്യിൽ ഏത് നട്ട്സാണോ എല്ലാം ഇടാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും നട്ട്സ് ഇടണമെന്നും ഇല്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിട്ടിട്ട് കുറച്ച് നേരം കൂടി വെച്ചാൽ നമുക്ക് നെയ്യട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ നെയ്യട റെഡി ആയിട്ടുണ്ട്. വേഗം ആവിയിൽ നിന്ന് എടുക്കുക, തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. വേഗം പ്ലേറ്റിൽ നിന്ന് അടർന്ന് വരും. നിങ്ങൾ ആദ്യം പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അതെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഓരോ പലഹാരങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക. അപ്പോൾ അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബായ്.